ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ചരിത്രം സൃഷ്ടിച്ച് എമ്പുരാൻ. ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രമെന്ന ലേബലും ലഭിച്ചു. നിരവധി പോസിറ്റീവ് കമന്റുകളാണ് എമ്പുരാന് ലഭിച്ചത്. എന്നാൽ മോഹൻലാൽ ചിത്രമായ എമ്പുരാനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി വിമർശനങ്ങളാണ് ഉയർന്നത്. മോഹൻലാൽ ചിത്രം എമ്പുരാൻ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണവുമുണ്ടായി. ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടിരുന്നു. 2002 ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ മുസ്ലിം വംശഹത്യയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു. ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹമാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട്. നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എമ്പുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുമുണ്ട്. അതേസമയം എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമയാണെന്നും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും BJP ദേശീയ കൗൺസിൽ അംഗം C. രഘുനാഥ് പറയുന്നുണ്ട്. ലഫ്റ്റനന്റ് കേണൽ പദവി ഒഴിവാക്കാൻ കോടതിയിൽ പോകുമെന്ന് BJP നേതാവ് C. രഘുനാഥ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എമ്പുരാൻ സിനിമക്കെതിരെ വിമർശനങ്ങൾ ശക്തമാവുന്നതിനിടെയാണ് രഘുനാഥിന്റെ വിമർശനം. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിലനിൽക്കുന്നവരെ അപഹസിക്കുന്ന സിനിമ ലാൽ അറിയാതെ ചെയ്തെന്ന് കരുതുന്നില്ല. എമ്പുരാന് മുടക്കിയ കോടികളിൽ വിദേശ ഫണ്ട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. സെൻസർ ബോർഡിലുള്ളവർ കൃത്യമായ പരിശോധന നടത്തിയില്ലെന്നും C. രഘുനാഥ് വിമർശിച്ചു. അതേസമയം വിമർശനങ്ങൾക്കിടെ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാന്റെ സെൻസർ വിവരങ്ങൾ പുറത്തുവന്നു. സിനിമക്ക് സെൻസർ ബോർഡ് നൽകിയത് 2 കുട്ടികൾ ആണെന്ന് പുറത്തുവന്ന രേഖകളിലുണ്ട്. പണം ഞങ്ങൾ തരും. സ്ത്രീകൾക്കെതിരായ അക്രമ ദൃശ്യത്തിന്റെ ദൈർഘ്യം കുറച്ചതും ദേശീയ പതാകയെ കുറിച്ചുള്ള പരാമർശത്തിലുമാണ് കട്ട് നൽകിയത്.